ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിരിക്കുന്ന കാര്യം ഷെയർ ചെയ്തിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഓട്ടോണമസ് കോളേജസൊക്കെ ഏകദേശം വളരെ കുറച്ച് ഒഴികെ ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മെയ് 31 ലാസ്റ്റ് ഡേറ്റ്. ഡിഗ്രി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, അത് സ്വന്തമായിട്ട് പേഴ്സണൽ ആവുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ കയറിയിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ നമ്മുടെ തന്നെ ഒരു ഇമെയിൽ ID നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന, അതുപോലെ തന്നെ സ്വന്തം ഒരു ഫോൺ നമ്പർ നമ്മുടെ തന്നെ ആയിരിക്കും നല്ലത് മറ്റുള്ളവരുടെ കൊടുക്കുന്നതിനേക്കാൾ. കാരണം മെസ്സേജസ്, ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതിലേക്ക് വരുന്നതാണ്. അപ്പോൾ സ്വന്തം ഒരു ഫോൺ നമ്പർ, ഒരു ഇമെയിൽ ID, അതുപോലെ തന്നെ നമ്മുടെ സൈൻ, സിഗ്നേച്ചർ അതൊക്കെ ആവശ്യമാണ്. പുറമെ നിർബന്ധമായി നമ്മൾ ഫീസ് അടക്കണം, കുറച്ച് പൈസയും നമുക്ക് ആവശ്യമാണ്. അതിന് പുറമെ നമ്മളെല്ലാ ഡീറ്റെയിൽസും, നമുക്ക് റിസർവേഷൻ ഉണ്ടോ, നമ്മുടെ മാർക്സ്, ഗ്രേസ് മാർക്ക്, എക്സ്ട്രാ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടുന്നത്, അതായത് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ, അതുപോലെ EWS അല്ലെങ്കിൽ SC ST, സ്പോർട്സ് കോട്ട, ഇതിനൊക്കെയുള്ള പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. എല്ലാം ഒന്നും നമ്മൾ ഇപ്പോഴും അപ്ലോഡ് ചെയ്യണമെന്നില്ല. അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊണ്ടുപോയാൽ മതി. നമ്മൾ എന്തൊക്കെ വിവരങ്ങളാണോ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടത് പ്രൂവ് ചെയ്യുകയും അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൽ നമ്മൾ അപാകം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം നമ്മുടെ ആപ്ലിക്കേഷൻ മിസ്റ്റേക്ക് ആണ് എന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ അഡ്മിഷനിലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദായി പോകുന്നതായിരിക്കും. കാരണം അതിനെ വെച്ച് മെറിറ്റ് വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്, ഒന്നാമത്തേത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അതായത് ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോ സിസ്റ്റം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും മറ്റേത് യൂണിവേഴ്സിറ്റിയിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയം അത് കാണിച്ചിരിക്കണം, നമ്മുടെ പ്രിൻ്റ് ഔട്ട്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഫീ നമ്മൾ അടച്ചിരിക്കുന്ന, യൂണിവേഴ്സിറ്റി ഫീ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ കോപ്പി, പ്രിൻ്റ് ഔട്ട്. അതായത് ഫീ അടച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് ഓൺലൈൻ സബ്മിഷൻ ആണെങ്കിലും നമ്മൾ ബാങ്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിന് നമുക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, +2ൻ്റെ CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വേണം കോളേജിൽ പോകുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് ആധാർ എന്നതിനപ്പുറം നമ്മുടെ SSLC ബുക്ക്, അതായത് SSLC ബുക്ക്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അത് രണ്ടും ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി വൈസോ അല്ലെങ്കിൽ മറ്റ്, അതായത് AAY, അന്ത്യോദയ, അന്ന യോജന കാറ്റഗറിയിൽപ്പെട്ടവരോ അങ്ങനെ എന്തെങ്കിലും, അത് പ്രയോറിറ്റി ബേസ് എന്തെങ്കിലും, അല്ലെങ്കിൽ EWS ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ നോൺ ക്രീമി ലെയർ കാറ്റഗറി, നമ്മൾ സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണം. അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൂവ് ദ ക്ലെയിം ഫോർ ഗ്രേസ് മാർക്ക്, സ്കൗട്ട് ഗൈഡ്, NCC, അങ്ങനെ എന്തെങ്കിലും SPC എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർ ഇൻ ദ കേസ് ഓഫ് എ കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ദിയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം അതർ ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞേ ഉള്ളൂ, കണ്ണൂരല്ല, വേറെ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മുടെ സാധാരണ സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ CBSE സിലബസ്, ഈ സിലബസിലൊക്കെ പഠിച്ചു വന്നവർക്ക് ഇത് ആവശ്യമില്ല. അതല്ലാതെ മറ്റേതെങ്കിലും, അതായത് നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത വേറെ എവിടെന്നെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങി വന്നവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് അംഗീകരിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാസ്റ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി, അതായത് നമ്മൾ സാധാരണ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ താലൂക്കിലുള്ള നിയർ ബൈ ഉള്ളവർക്ക്, അത് പല സ്കൂളുകളിലും ഇപ്പോഴുണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, ഒരു സ്ഥാപനത്തിലേക്ക് ഒരു കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതേ താലൂക്ക്, അതേ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക പോയിൻ്റുണ്ട്, എക്സ്ട്രാ പോയിൻ്റുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഇന്നതുണ്ടോ, ഇന്ന് കാറ്റഗറി പെട്ടതാണോ, അല്ലെങ്കിൽ നമ്മൾ ജവാന്മാരുടെ ആശ്രിതരാണോ, അല്ലെങ്കിൽ സർവീസ്മെൻ, അങ്ങനെ ഓരോന്നും ചോദിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിരിക്കണം.
അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ ഇളവ് നേടുന്നവരാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇതിൽ പലതും നമുക്ക് ഭാവിയിൽ സ്കോളർഷിപ്പിനൊക്കെ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റസ് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ, ഏത് ഓട്ടോണമസ് കോളേജ് ആവട്ടെ, എവിടെയാണോ, ഏത് കോഴ്സിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ കയറി പ്രോസ്പെക്റ്റസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, അപ്ലൈ ചെയ്യുക. നമുക്ക് ഇമെയിൽ ID, ഫോൺ നമ്പറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, ഡീറ്റെയിൽസൊക്കെ എടുത്ത് വെക്കുക. എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസുമായിട്ട് അഡ്മിഷന് വേണ്ടി പോകുക.